ഹായ് ഹലോ ഗൈസ്. നമുക്ക് രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് എന്താ കടി ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കരുതി നൂൽപുട്ട് ഉണ്ടാക്കാം. 3-4 ദിവസമായാലും ഇപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്തോണ്ട് കേട്ടോ, പാത്രമൊക്കെ എടുത്ത് നൂൽപുട്ടിൻ്റെ പൊടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലുപ്പൊക്കെ ഇട്ടിച്ച് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പാത്രം എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് ഇപ്പോൾ പാത്രം നോക്കാം കേട്ടോ. പാത്രം എടുത്തു എന്നല്ല ഓർമ്മയാണ് എനിക്ക്. പിന്നെ പെട്ടെന്ന് പാത്രമൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1.5 നാഴി പൊടി എടുത്തിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ട് 1.25 നാഴി കേട്ടോ പൊടിയൊക്കെ. എൻ്റെ അളവ് അങ്ങനെയാണ്, അത് ഉണ്ടാവും കേട്ടോ നമുക്ക് മൂന്നാൾക്കും. പിന്നെ നമ്മളൊക്കെ രാവിലെ ഉണ്ടാവില്ലല്ലോ, പിന്നെ ഒരു ഉച്ചയൊക്കെ ഉണ്ടല്ലോ വരുള്ളൂ. അവർക്ക് രാവിലെ വേണ്ടല്ലോ, ഞങ്ങൾക്ക് 3 ആൾക്കും മതിയല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ ഒരു 1.5 നാഴി പൊടിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഏകദേശം നമ്മൾ നൂൽപുട്ടൊക്കെ പീച്ചാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൂൽപുട്ടൊക്കെ കുഴച്ചതാക്കിട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഞാൻ കൂർക്ക നന്നാക്കി വെച്ചിരുന്നു കേട്ടോ. രാത്രി ഇരുന്നിട്ട്, അല്ല രാവിലെ ഒന്നും കൂർക്ക നന്നാക്കൽ നടക്കില്ലല്ലോ. പിന്നെ കറി എന്താ വെക്കാനിങ്ങനെ കരുതി നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മളെ ചിക്കൻ ഫ്രിഡ്ജിലുണ്ടെന്നൊരു ഓർമ്മ വന്നു. അതിന് വെട്ടുന്നുണ്ട്, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ കരുതിയിട്ട് അതിൽ വെള്ളം വാർന്ന് വെച്ചു. ഇപ്പം വെള്ളം വാർന്ന് വെച്ചിട്ട് ഞാൻ ഉള്ളി എടുക്കാൻ പോയിട്ടോ. തേങ്ങ അരക്കണമെന്ന് ഞാനതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ അതിൽ ഷൂട്ട് ചെയ്തില്ലല്ലോ ഒന്ന്. തേങ്ങ അരച്ച് പാർന്നതിന് ശേഷം പിന്നെ ഓർമ്മ ഇട്ട് എനിക്ക്. പിന്നെ നമ്മളെ നൂൽപുട്ടൊക്കെ ആയിട്ട് ഞാനേക്ക് കൊട്ടുക കേട്ടോ. കിട്ടാൻ എന്തോ ഇതുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നൂൽപുട്ടൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നൂൽപുട്ട് മാഷാഅല്ലാ നല്ല നേരായിരുന്നു കേട്ടോ. ചില ദിവസമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ് ആക്കാറ്, നൂൽപുട്ടിന് ഭയങ്കര ബലമൊക്കെ ആക്കാറ്. ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വെള്ളം കുഴക്കുമ്പോൾ നേരെ കുഴച്ചാൽ മതി, അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില പൊടികൾ അങ്ങനെയല്ലേ. പിന്നെ ഞാൻ വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ടൈം 6:20 കഴിക്കും കേട്ടോ. 6:20 അല്ല 25 കഴിക്കും. നേരൊക്കെ നല്ലോണം വെളുത്തുക്കുന്നു കേട്ടോ. ഞാൻ 5:30 അടുക്കളയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്താൽ കേട്ടോ. രാവിലത്തെ ഇത് കാണാൻ വാതിൽ തുറന്നിരിക്കാൻ ഭയങ്കര ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. വല്ലാതൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് നമ്മൾ മുറ്റടിച്ചിട്ടോ. മദ്രസക്ക് 7 മണിക്ക് പോകുമ്പോഴാണ് എനിക്ക്. അപ്പോൾ ഓനെ വിളിച്ചിട്ടില്ല. പിന്നെ മറ്റോ നീക്കുമ്പോൾ എളുപ്പം മുറ്റടിച്ചിട്ട് എന്താ വെച്ചിട്ടാന്ന് അറിയാതെ കഴിഞ്ഞിട്ടു. അല്ലെങ്കിൽ പിന്നെ ഓൻ്റെ പിന്നാലെ ഉണ്ടാവും എല്ലാ പണിക്കും. പിന്നെ ഓൻ ഉറങ്ങണ ഉച്ചയൊക്കെ കേട്ടോ. അതുവരെ പിന്നെ എൻ്റെ പിന്നാലെ എൻ്റെ പണികൾ ഗജ്ജന വരെ എൻ്റെ പിന്നാലെ ഉണ്ടാവും. അവിടെ പരത്തിയിട്ടും ഇവിടെ പരത്തിട്ടും എല്ലാം ഒന്നുമില്ല. ചപ്പി കാച്ചിന് അവിടുന്ന് ഇവിടുന്നൊക്കെ പാറി വന്നാൽ കേട്ടോ. നമുക്ക് പിന്നെ അപ്പുറത്തെ സ്ഥലത്തെ മരത്ത് 3-4 മരം ഉണ്ടോ, അതിമൊന്നും എല്ലാം ഒന്നും ചാടൂല കേട്ടോ. പിന്നെ അതിമൊന്നും പാറി വന്ന കുറേ ഇലകളാ കേട്ടോ. എല്ലാം ഒന്നും ഉണ്ടാവില്ല, കാറ്റാവുകൊണ്ട് കേട്ടോ. പിന്നെ ഏകദേശം നമ്മൾ മുറ്റടിച്ചിലൊക്കെ ഏകദേശം സൈഡിൽ കൂടെ ഒക്കെ അടിച്ചു പോകും നോക്കും കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് ഷൂട്ട് ചെയ്തിടൽ നടക്കൂല കേട്ടോ. അപ്പോൾ വീഡിയോ കുറേ ലെങ്താക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ഓൺ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇതായിട്ട് വീഡിയോ കുറേ ആയിട്ട് ഇപ്പോൾ കുറേ കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇരുന്ന് ഓൺ വോയിസ് കൊടുക്കുക കേട്ടോ. നമ്മളെ വീടാട്ടോ ഇതാട്ടോ നമ്മളെ വീട്. പിന്നെ അപ്പുറത്തെ ഒരു പേരുണ്ട്, മുകളിൽ അവിടെ ഒരു പേരുണ്ട്, അപ്പുറത്തൊരു പേരുണ്ട്. പിന്നെ ഇതൊരു പേര കയറണു. പിന്നെ പെരകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളപ്പുറത്തൊക്കെ. പിന്നെ ഞാൻ വന്നിട്ട് ജനൽ തുറന്നിട്ടു കേട്ടോ. 3 ജനലും തുറന്നിട്ടു കേട്ടോ. ഇതൊരു കാറ്റും ഇതൊക്കെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറുമല്ലോ. ജനൽ തുറന്നിട്ടാൽ തന്നെ ഒരു സമാധാനം നമുക്ക്. ഞങ്ങൾ ജനൽ തുറന്നിട്ട് പോലെ സ്വിച്ചുള്ള പോലെ ഞങ്ങളെ നെയ്ബറിൻ്റെ റജനത്താത്ത പോലെ ഇരിക്കും. ഞങ്ങളിങ്ങനെ അടുക്കളയിൽ നിന്ന് ഓല അവിടുന്ന് ഞാനിവിടുന്ന് ഇങ്ങനെ വർത്താനം പറയും. പിന്നെ പെട്ടെന്നോ നീച്ച് വന്നു കേട്ടോ കുട്ടി. ഓനെടുത്തു കേട്ടോ. പിന്നെ മദ്രസക്ക് പോണ രംഗാണ് ഇപ്പോൾ ഈ കാണും മണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നേരൊന്നും വെക്കിയിട്ടില്ലേ, 6:55 ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ തിരുമ്പാൻ നിന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ പണിക്കും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ടാറ്റ കാണിച്ചു തരിക, പിന്നെ എന്തൊക്കെയാണ് ഫ്ലൈങ് കിസ് കൊടുത്ത് തരിക, അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അവനോട് ഞാൻ പറഞ്ഞു കുറേ ഒതുങ്ങിക്കുക ഫോൺ തരാമെന്ന്. അവിടെ പോയിരിക്കും ഉമ്മ തിരുമ്പുമ്പോൾ ഞാനും ഉണ്ടെന്ന്. പിന്നെ നമ്മളെ റജിലത്താത്ത ഓല് പോയിട്ട് നമ്മൾ വേപ്പിൻ്റെ ഇല എടുത്തിട്ട് ഓൾക്ക് വേപ്പിൻ്റെ ഇല വരണ്ട കേട്ടോ. പിന്നെ തീ കൂട്ടിയിരുന്നു കേട്ടോ. വെള്ളം തിളച്ചോ നോക്കുക കേട്ടോ അരിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ വേപ്പിൻ്റെ ഇല ഞാൻ എന്തായിട്ട് കുപ്പിയിലിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യല് കേട്ടോ. എല്ലാവരും എന്താ ചെയ്യാന്ന് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ചിലവർ കവറിൽ കെട്ടിയേക്കാർ, അങ്ങനെയൊക്കെയല്ലേ ചിലവരൊക്കെ ചെയ്യാൻ. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പലയിടത്തും ഞാൻ കണ്ടു കൂടെ കവറിലിട്ടേക്കുക. ഞാൻ എപ്പോഴും കുപ്പിയിലാണ് ഇട്ടേക്കുക. ഇന്നും സാമ്പാറാട്ടോ വെക്കണത്. പിന്നെ സാമ്പാറിനെല്ലാം
അടുപ്പത്ത് വെച്ചിട്ട് പരിപ്പ്. എന്നിട്ട് പിന്നെ ഓനക്ക് കുട്ടിക്ക് ചായ കൊടുക്കാൻ പോയിട്ട് ഓനക്കാണെങ്കിൽ ഇപ്പോഴും സിറ്റ് ഔട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് കേട്ടോ. ഈ തിണ്ടും വരുന്നിട്ട് അതാട്ടോ ഓനക്കിഷ്ടം. പിന്നെ ഓനക്ക് ചായ കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഓനക്ക് ചായ കൊടുക്കുമ്പോൾ ഓനക്ക് ഫോണും വേണം. പിന്നെ പച്ചവെള്ളം എടുക്കട്ടെ ഞാൻ ഇപ്പേരിക്ക് ഇല്ല കേട്ടോ. ഇപ്പേരി കഴുകി ഇതാക്കി വെച്ചിരുന്നിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ഞാൻ പച്ചമുളക് ഇതാക്കി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെട്ടി കളഞ്ഞു വെച്ചാൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ പച്ചമുളക്. പിന്നെ ഓന് അതിന്മേൽ തൊടാൻ വരും കേട്ടോ. പിന്നെ ഞാൻ മീനിക്കിൽ മസാല ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ സാമ്പാർ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. അങ്ങനെയൊക്കെ ഞാൻ പൊടികൾ പാത്രമൊക്കെ അവിടെ വെച്ചിരുന്നു. ഗ്യാസ് കത്തിച്ചു. പിന്നെ അവിടെ വെച്ചാൽ ചിലപ്പം അതിൻ്റെ പണി വെച്ചു. പിന്നെ നമ്മൾ കൂർക്ക അടുപ്പത്തിട്ടിരുന്നല്ലോ ഗ്യാസുമ്മേ, അത് പെട്ടെന്ന് ഞാൻ നോക്കി നോക്കാം കേട്ടോ. അടി പിടിച്ചു. എന്നിട്ട് തന്നെ അടി ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു കേട്ടോ കൂർക്ക. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോഴത്തേന് അടി പിടിച്ചേക്കണു. പിന്നെ നമ്മളെ കൂർക്കൊക്കെ ഏകദേശം അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കട്ടെ. പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ അടച്ചു വെച്ചിട്ടോ. പിന്നെ ഇപ്പോൾ ചോറിൻ്റെ തീ നോക്കട്ടെ. ചോറിൻ്റെ തീ കത്തണില്ലേ നോക്കുക കേട്ടോ. അപ്പോൾ കത്തണൊക്കെ ഉണ്ട്. വറകൊക്കെ നേരെ ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ടോ. പിന്നെ നമ്മളെ കൂർക്കൊക്കെ ആയിട്ട് ഞാൻ എന്താട്ടി ഒക്കെ തൂമിച്ച് സെറ്റാക്കി വെച്ചിട്ടോ കൂർക്കൊക്കെ. പിന്നെ നമ്മളെ ചോറ് വന്നു, ചോറ് ഊറ്റി. പിന്നെ എനിക്ക് സ്കൂൾക്ക് എന്താ കൂട്ടാൻ കൊണ്ടുപോകരുത്. അപ്പോഴാണ് പിന്നെ കരുതി പപ്പടം ഉണ്ടല്ലോ അത് കൊടുക്കാൻ കരുതിയിട്ട് പപ്പടം പൊരിച്ചെടുക്കാനും. പിന്നെ നമ്മളെന്താട്ടി പപ്പടം പൊരിച്ചെടുക്കാൻ വേണ്ടി വന്നു കേട്ടോ കുട്ടിക്ക്. ഈ ചട്ടി തന്നെ സാമ്പാറിൻ്റെ അങ്ങോട്ട് കടുർക്കാന്നും ചെയ്തിട്ട് ഞങ്ങളങ്ങോട്ടൊക്കെ കടുർക്കാന്ന് പറയും കേട്ടോ. നിങ്ങളവിടേക്ക് എന്താ വറവിടുക എന്നൊക്കെ പറയാം. ഓരോരുത്തർക്കും ഓരോ ഭാഷയിൽ. നമ്മളെ മലപ്പുറക്കാരിങ്ങനെ കേട്ടോ. ഞാൻ എല്ലാവരും എങ്ങനെ ഞാൻ അങ്ങനെ പറയാം കടുർക്ക. എൻ്റെ അമ്മ എപ്പോഴും അങ്ങനെ കേട്ടോ പറയാം കടുർക്കാന്ന്. അങ്ങനെ ചേട്ടി പിന്നെ നമ്മളെന്താട്ടി കടുർക്കാൻ വേണ്ടി നിന്നു കേട്ടോ. കടുകും ഉലുവയും പിന്നെ സാമ്പാർ പൊടിയും എല്ലാം ഇട്ടിട്ട് ഞാൻ ഇതാക്കിട്ടോ. ഈ ഓൺ വോയിസ് കൊടുക്കുന്ന ടൈമിൽ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് കിട്ടൂല. അതാണ് എന്താ പിന്നെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി എല്ലാം എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല. ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ടൈം ആയിക്കൊണ്ട് വീഡിയോ അപ്ലോഡ് ആക്കേണ്ട സമയം. പിന്നെ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് ഇരുന്ന് ഓൺ വോയിസ് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ ഇളക്കിയിട്ട് ഞാൻ ഇളക്കിയിട്ട് അപ്പോൾ കയ്യിലുമ്പോൾ ചെറുതായിട്ട് ആയിക്കൂട്ടെ. അപ്പോൾ എങ്ങനെയൊക്കെ ആക്കി വയ്ക്കും. പിന്നെ അതൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാറൊക്കെ ഇങ്ങനെ കേട്ടോ. ഞാൻ സാമ്പാറൊക്കെ എൻ്റെ സാമ്പാർ റെസിപ്പി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ. അപ്പത്തിന് മറ്റു ആൾക്കാർ വന്നിട്ട് കടുകിലും ഉലുവയിലൊക്കെ അതും ഇതും കാട്ടൽ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവർക്ക് എടുത്ത് വെച്ചിട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഒക്കെ ശരിയാക്കൂട്ടോ. ഒക്കെ കളഞ്ഞ് അതൊക്കെ ശരിയാക്കൂട്ടോ. ഓല് രണ്ടാളും അങ്ങനെ പെട്ടെന്നാക്കിട്ടോ. പിന്നെ ഇപ്പോൾ സ്കൂൾക്ക് ഒരു ചോറ്റുപാത്രത്തിൽ ചോറാക്കുക കേട്ടോ. കോട്ടായിടാം ഗൈസ്. അതാണ് അങ്ങനെ ചോറാക്കണം കേട്ടോ. എന്താ കൂർക്കപ്പേരിയും പിന്നെ പപ്പടം പൊരിച്ചു കേട്ടോ. പിന്നെ തണ്ണിമത്തനും സ്നാക്സിന് തണ്ണിമത്തനും പിന്നെ തണ്ണിമത്തനും ഇതൊക്കെ ആക്കി. പിന്നെ പപ്പടമാക്കി കേട്ടോ. പിന്നെ ഞാൻ എന്താട്ടി രാവിലെ വെച്ച കറി എനിക്ക് വേണമെന്ന് പറഞ്ഞു സ്കൂളിൽ കൊണ്ടുപോകില്ല. അതിനൊരു പീസ് ചിക്കനും വെച്ച് കൊടുത്താൽ തുള്ളി കറി വെച്ചിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ആക്കിയത്. വേണ്ടാറിന് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓനത് തിന്നൂല. എന്നിട്ട് അതേപോലെ തിരിച്ച് ഏട്ടനെ കൊണ്ടു കേട്ടോ. പിന്നെ നമ്മളതൊക്കെ ആക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടോ. പിന്നെ ഫോർക്കോന് ഓനക്ക് വേണമല്ലോ. ഞാൻ കുറേ പറഞ്ഞു ഒന്ന് ഈർക്കിളി കൊണ്ടുപോയിക്കട ഈർക്കിളി കുത്തിത്തരാമെന്ന്. എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചാൽ മതിയല്ലോ. തട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ഈർക്കിളി അതൊന്നും വേണ്ട. ഫോർക്ക് തന്നെ വേണം. ഫോർക്ക് തന്നെ വേണം. ആയിക്കോട്ടെ വെച്ച് ഫോർക്ക് കൊണ്ടുപോയിക്കാറുണ്ടായാലും. അങ്ങനെ പിന്നെ ഓനക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ ഓനൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ ഓനൊക്കെ സ്കൂളിൽ പോയിട്ട് ഞാൻ അടിച്ചലും തുടക്കലും മോറലൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നേരാക്കട്ടോ. എല്ലായിടവും നേരാക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഓൻ എന്തൊക്കെയാണ് അവിടെ എന്നോട് പറയുന്നു കേട്ടോ. ഒക്കെ പരത്താണ് ഓന്. അവനോട് പറയാം പരത്തണ്ടെന്ന്. ഓൻ്റെ പിന്നാലെ എല്ലാ പണിക്കുണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് നേരത്തെ ഓൻ എല്ലാ പണിക്കും ഉണ്ടാവും എൻ്റെ പിന്നാലെ. പിന്നെ ഓനെ തലക്കണിയൊക്കെ കൊണ്ടുപോകണ്ട. അപ്പോൾ പറയാം തലക്കണിയോടെ വെക്കുന്നു. പിന്നെ ഇങ്ങനെ കാറ്റടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ റൂമിൽ നിന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. ഭയങ്കര കാറ്റ് കേട്ടോ. ഇതിപ്പോൾ എന്താ അറിയില്ല. ഇന്നൊരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ കാറ്റ് തന്നെ അല്ലേ. നിങ്ങളവിടെയൊക്കെ കാറ്റൊക്കെ ഉണ്ടോ എല്ലാവരും പറയൂ. പിന്നെ വെറുതെ ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്താട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്.